ഈ നാട്ടിൻ തോലഞ്ഞ ചെന്നായ്ക്ക പോലെ നാട്ടിലുടനീളം നടന്ന് വർഗീയത പറയുന്ന ഒരു ഭരണകൂടത്തെയും ഭരണകൂടത്തിന്റെ വ്യക്താക്കളെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം മതേതരത്വത്തിന് പേരുകേട്ട നാടാണ്. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഈ കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ബോധപൂർവം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നു, മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിലടിപ്പിക്കുന്നു. എന്തിനാണ് ഇത്രയും വലിയ മുസ്ലിം വിരോധം വിജയരാഘവനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇത്ര മുസ്ലിം വിരോധം, മുസ്ലിം ലീഗിനോടുള്ള വിരോധം എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ മതേതരത്വത്തിനും മതസൌഹാർദ്ദത്തിനും മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിച്ച കുടുംബമാണ് പാണക്കാട് തങ്ങന്മാരുടെ കുടുംബം. ഈ നാട്ടിൽ ഒരു തുള്ളി രക്തം പോലും, മനുഷ്യന്റെ ഒരു തുള്ളി രക്തം പോലും വീഴാതിരിക്കാൻ പ്രയത്നിക്കുന്ന ഒരു കുടുംബമാണ്. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ മതങ്ങൾ തമ്മിൽ പോരാടാതിരുന്നത് മഹാനായ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരിശ്രമങ്ങളാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ വെച്ചുകൊടുക്കുകയും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വെച്ചുകൊടുക്കുകയും ചെയ്ത, അതിന് സ്ഥലം കൊടുക്കുകയും ചെയ്ത മഹനീയമായ പാരമ്പര്യമുള്ള മുസ്ലിം സഹോദരന്മാരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഈ നീക്കങ്ങൾ കേരളത്തിൽ ആപത്താണ്. മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുന്നു, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്നു. മുസ്ലിം മതവിഭാഗങ്ങളും ക്രൈസ്തവ മതവിഭാഗങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന നടപടിയാണോ? പാർട്ടി സെക്രട്ടറിക്ക് ചേർന്ന നടപടിയാണോ? പണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നു പാർട്ടി സെക്രട്ടറിമാരാകുന്നത്. മൂക്കാതെ പഴുത്താൽ ഇങ്ങനെയായിരിക്കും അനുഭവം എന്നുള്ളത് കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ വർഗീയതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. മതേതരത്വം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണിത്. ഈ പോരാട്ടത്തിൽ കേരള ജനത UDF-നോടൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഗാന്ധിജിയും നെഹ്റുവും ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെ മഹത്തായ സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിനെ മോചിപ്പിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു സംശയവും ആർക്കും വേണ്ട. അടുത്ത ഗവൺമെന്റ് 2021 അടുത്ത തിരുവനന്തപുരത്ത് ഗവർണറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് UDF ഗവൺമെന്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എല്ലാവിധ കള്ളത്തരങ്ങളെയും വർഗീയതകളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മതേതരത്വത്തിന്റെ മാറ്റൊലി ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ UDF അതിശക്തമായ തിരിച്ചുവരവ് നടത്താൻ പോകുന്നു. അതിനുവേണ്ടിയിട്ടുള്ള കാഹളധ്വനിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഐശ്വര്യ കേരളം യാത്ര മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നാടിന്റെ നാനാഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. പുതിയൊരു മാനിഫെസ്റ്റോ ഇവിടെ KPCCയുടെ സമാദരണീയനായ അധ്യക്ഷൻ ആദർശ ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്നും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ മാനിഫെസ്റ്റോ ആയിരിക്കും UDF-ന്റെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ശ്രീ PJ ജോസഫ്, കുഞ്ഞാലിക്കുട്ടി ഇവിടെ പറഞ്ഞതുപോലെ ഈ മാനിഫെസ്റ്റോയിലൂടെ ചില കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് പറയുന്നു. ആ മാനിഫെസ്റ്റോ ജനങ്ങളുടെ കണ്ണുനീരൊക്കുന്ന മാനിഫെസ്റ്റോ ആയിരിക്കും. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കൾക്കും ആശ്വാസം നൽകുന്ന മാനിഫെസ്റ്റോ ആയിരിക്കും. ന്യായ പദ്ധതി നടപ്പാക്കും. രാഹുൽ ഗാന്ധി എന്ന പ്രിയങ്കരനായ നമ്മുടെ നേതാവ് പ്രഖ്യാപിച്ച ന്യായ പദ്ധതി ഇപ്പോൾ ആകെ നടപ്പാക്കുന്ന ഛത്തീസ്ഗഡിലാണ്. അതേ പാതയിൽ ഘട്ടം ഘട്ടമായി കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഓരോ കുടുംബത്തിനും 6000 രൂപ അവരുടെ കൈകളിലെത്തിക്കാനുള്ള പരിശ്രമമായിട്ടാണ് ഈ ന്യായ പദ്ധതി. അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പുറത്തുവരും. മോർ ഗവൺമെന്റ്, ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ ഭരണകൂടം മുന്നോട്ട് വരുന്ന ഒരവസ്ഥയായിരിക്കും UDF വിഭാവനം ചെയ്യുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇന്ന് ഏറ്റവും വലിയ അവഗണനയുണ്ടായ ഒരു കാലഘട്ടമാണ്. PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നവർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. അവർക്ക് ജോലി കിട്ടുന്ന അവസരം ഞങ്ങൾ ഉണ്ടാക്കുന്നു. റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കും. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ, അവന്റെ കുടുംബങ്ങളിൽ വെളിച്ചമുണ്ടാക്കാനുള്ള
ഒരു കർമ്മ പദ്ധതിയായിരിക്കും UDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. സംശുദ്ധം, സൽഭരണം, കൂടുതൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ ഓഡിറ്റിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭരണക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇവിടെ ഒരു കാര്യം ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചു, ശബരിമലയെ പറ്റി. കോടിക്കണക്കിന് ശബരിമലയിലെ ഭക്തജനങ്ങളുടെ വികാരം അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോയൊരു ഗവൺമെന്റാണ്. ഞാൻ അടിവരയിടുന്നു, UDF ഗവൺമെന്റ് വന്നാൽ ശബരിമലയിലെ ഭക്തജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണം UDF നടത്തും. ഒരു സംശയവും വേണ്ട, UDF ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തന്മാരുടെ, വിശ്വാസികളുടെ, പാവപ്പെട്ടവരുടെ, കണ്ണുനീർ തൂകുന്നവന്റെ, വീടില്ലാത്തവന്റെ, യാതന അനുഭവിക്കുന്നവന്റെ, തൊഴിലില്ലാത്തവന്റെ, പഠിക്കാൻ മാർഗമില്ലാത്ത വിദ്യാർത്ഥിയുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഐശ്വര്യപൂർണമായ ഒരു കേരളം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഭരണമുണ്ടാകാൻ, സംശുദ്ധമായ ഒരു സൽഭരണമുണ്ടാകാൻ കേരള ജനത UDFനെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചരിത്രമുറങ്ങുന്ന ഈ കുമ്പളയുടെ മണ്ണിൽ നിന്ന്, മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ നിന്ന്, സപ്തഭാഷാ ഭൂമിയായ ഈ മഞ്ചേശ്വരത്തിന്റെ മുന്നിൽ നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഐശ്വര്യ കേരള യാത്രയുടെ പ്രയാണം ആരംഭിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾക്ക്